وأن المساجد لله فلا تدعوا مع الله أحدا. അല്ലാഹുവിനുള്ള പള്ളിയുടെ പ്രത്യേകത, അള്ളാന്റെ കൂടെ മറ്റാരോടും നിങ്ങൾ ദുആ ചെയ്യല്ലേ, പ്രാർത്ഥിക്കല്ലോ. പ്രിയമുള്ളവരെ, ആളുകൾ ചോദിക്കില്ല, ഒരുപാട് പള്ളികളില്ലേ ഈ നാട്ടിലോ, പിന്നെ എന്തിനാണ് ഒരു മസ്ജിദ് തൗഹീദോ? അത് ഭിന്നിപ്പുണ്ടാക്കാനില്ല, ആളുകൾക്കിടയിൽ അധികമല്ലോ. ഇവിടെയുള്ള സലഫികൾ പ്രശ്നമുണ്ടാക്കുന്നവരാണോ? അല്ല. അവിടെ ഖുർആനിന്റെ ഹദീസിന്റെ പ്രമാണങ്ങളുടെ മാർഗങ്ങളിലൂടെ ആരാധന ചെയ്യാ. ആമയത്തിന്റെ പള്ളിയിലോ ചെറവല്ലൂരിന്റെ പള്ളിയിലോ പോയിട്ടോ ഇങ്ങനെ ആരാധന ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ച് ജനങ്ങളോട് തർക്കിക്കുന്നില്ല. അവര് മനസ്സിലാക്കിയ പ്രമാണങ്ങൾ ഇതാ. മുത്തുനബിയുടെ ചര്യക്കനുസരിച്ച് എങ്ങനെയാണോ എന്റെ റസൂല് നിസ്കരിച്ചത്, എങ്ങനെയാണോ നിസ്കാര ശേഷം ലോകത്തിന്റെ പ്രവാചകൻ പ്രാർത്ഥിച്ചത്, എങ്ങനെയാണോ പ്രവാചകന്റെ പള്ളികളിൽ റമദാൻ, എങ്ങനെയാണോ റസൂലുള്ളാഹിന്റെ കാലത്ത് റമദാനിന്റെ 17കളോ, എങ്ങനെയാണോ പ്രവാചകന്റെ കാലഘട്ടങ്ങളിൽ റബീഉൽ ആഖിറുകളോ, ഈ പള്ളിമിനാരങ്ങളിൽ നിന്ന് ഖുർആനല്ലാതെ, ബാങ്കുലിയല്ലാതെ, പ്രമാണങ്ങളല്ലാതെ, ഹദീസുകളല്ലാതെ ഏതെങ്കിലും ഒരു പടപ്പിനോട് പോലും വിളിക്കുന്ന സന്ദർഭങ്ങളില്ല. ഒരുപാട് വിളികള് പള്ളിമിനാരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചവരാ നമ്മള്. എന്ന് പള്ളിമിനാരങ്ങൾ വിളിക്കുമ്പോ മുഹിയദ്ദീൻ ശൈഖിനെ നെഞ്ചിൽ വെച്ച മുജാഹിദുകളാണ് പറയുന്നത്, ഇജ്അൽ ഖൽബക മസ്ജിദാ എന്ന് ഞങ്ങളോട് പഠിപ്പിച്ച അബ്ദുൽ ഖാദർ ജീലാനി, ഹൃദയത്തെ പള്ളിയാക്കിക്കോ. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, അല്ലാഹുവിന്റെ കൂടെ മറ്റാരോടും നിങ്ങൾ ദുആ ചെയ്യല്ലേ. കാരണം അല്ലാഹ് പറഞ്ഞത് വഅന്നിൽ മസാജിദ ലില്ലാഹി എന്ന ആയത്താണ്. ഇത് പഠിപ്പിച്ച മുഹിയദ്ദീൻ ശൈഖിനെ ബഹുമാനിച്ചുകൊണ്ട്, അദ്ദേഹത്തെ അനുസരിച്ചുകൊണ്ട് തന്നെയാണ് ഈ പള്ളിയിൽ നിന്നും തൗഹീദല്ലാതെ നമുക്ക് കേൾക്കാൻ കഴിയില്ല.